കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ എടുത്തേക്കുന്നത് ഇതൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മീൻസ് പക്ക JEE ക്വസ്റ്റ്യൻ. സാധാരണ കുട്ടികളൊന്നും അങ്ങനെ കയറി അറ്റൻഡ് ചെയ്യാത്ത ഒരു എക്സാമാണ്, പ്രത്യേകിച്ച് എൻട്രൻസിന് വേണ്ടി. അപ്പോൾ അതിനുള്ളിൽ നിന്നും 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. ഇത് കുറച്ചേറെ നിങ്ങൾ സൈഡിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമ്മുടെ കീമും ക്യുസാറ്റും NDA ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരി സമയമൊക്കെ എടുക്കും ഈ പ്രോബ്ലമൊക്കെ ചെയ്ത് തീർക്കാൻ. പക്ഷേ നമുക്ക് ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളിനി ഏത് കോഴ്സിന് പോയാലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാത്സ് അല്ലെങ്കിൽ അതിനോടനുബന്ധിക്കുന്ന ഏത് സബ്ജക്റ്റും ഈസി ആവും. ഞാനിതൊക്കെ ചെയ്യാത്ത ഒത്തിരി കുട്ടികൾ കയറി ചിലപ്പോൾ കാണാനിരിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുട്ടികൾ ഈ ചെറിയ പ്രോബ്ലംസുകളെ മാത്രം ആശ്രയിച്ച് ഒരു എൻട്രൻസ് കിട്ടാൻ ടഫാണ്. ഇനി കിട്ടിയാൽ തന്നെ എൻജിനീയറിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ കിടന്ന് പാടുപെടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രോബ്ലം ചെയ്ത് കാണിക്കുന്നത്. ലെങ്തി ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ചെയ്യാൻ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കുക. സോൾവ് എന്ന് കാണുമ്പോഴേ അറിയാം നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഒത്തിരി സോൾവ് ചെയ്തിട്ടുള്ളത് അല്ലേ. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ച് √3 + √2 ഹോൾ റൈസ് ടു x² - 4 പ്ലസ് √3 - √2 ഹോൾ റൈസ് ടു x² - 4 ഈസ് ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങേ നമുക്ക് ഇത് എവിടുത്തെയാണെന്ന് കൺഫ്യൂഷൻ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ചാപ്റ്ററിലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് ചാപ്റ്ററിലായിട്ട് തോന്നുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതിലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങുമേ തോന്നാറില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക്. ഫസ്റ്റ് ടൈം ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് അല്ല, നമ്മളിതിനെ ക്വാഡ്രാറ്റിക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നിങ്ങളിപ്പം ഇത് കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഇവരെ കണ്ടോ, √3 + √2 √3 - √2 ഇവരൊക്കെ ഭയങ്കര ബന്ധുക്കളാണ് കേട്ടോ. റിലേറ്റീവ്സ് എന്ന് പറയുന്ന പോലെ ഇവർ തമ്മിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ ക്വാഡ്രാറ്റിക് പറഞ്ഞത് നമുക്ക് ഏത് ചാപ്റ്ററിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോയാൽ ഒരു ഐഡിയ കിട്ടുമല്ലോ മുന്നോട്ട് പോകാൻ, അതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനിയും ആദ്യത്തെ ഒരു ചെറിയ ഡേറ്റ ഞാൻ തരാം. √3 + √2 എന്ന് പറയുന്നതും 1/√3 - √2 എന്ന് പറയുന്നതും രണ്ടും സെയിമാണ്. അതാദ്യം മനസ്സിലാക്കുക. ഒന്നുകൂടെ കേട്ടോ. √3 + √2 അത് ന്യൂമറേറ്ററാണ് അല്ലേ. ഇതിന് തുല്യമാണ് 1/√3 - √2. നമ്മൾ CBSE ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടും കേട്ടോ. മീൻസ് താഴെ മണ്ടയ്ക്ക് ഒരു √3 + √2 കൊണ്ട് ഇൻറ്റു ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഈക്വലാണ്. ഓക്കെ, അപ്പോൾ √3 + √2 y എന്നാണെങ്കിൽ നോക്കിക്കോണം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. √3 + √2 y ആണെങ്കിൽ നോക്കിക്കോണം, ഞാൻ ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കിക്കേ. √3 - √2 ഇങ്ങോട്ട് വരുമ്പോൾ √3 - √2 ഈക്വൽ ടു 1/√3 + √2 എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചു, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ ഇങ്ങോട്ട്. അപ്പോൾ √3 - √2 എന്ന് പറഞ്ഞാൽ 1/√3 + √2. അപ്പോൾ ഇയാൾ ആരായിട്ട് മാറും എന്നർത്ഥം? 1/y ആയിട്ട് മാറും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഫുള്ളിന് നമ്മൾ ആരെന്നെടുക്കുന്നു? y എന്നെടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് y ഈസ് ഈക്വൽ ടു √3 + √2 ഹോൾ റൈസ് ടു x² - 4. അങ്ങനെയാണെങ്കിൽ √3 - √2 ഹോൾ റൈസ് ടു x² - 4 എന്ന് പറഞ്ഞാൽ അതാരായിട്ട് മാറുവാണ്? 1/y ആയിട്ട് മാറും. ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻ അതിനാണ് ആദ്യമേ ഞാൻ കാണിച്ചത്. അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടോ. √3 - √2 എന്ന് പറഞ്ഞാൽ 1/√3 + √2 ആണ്. അപ്പോൾ 1/y ആയിട്ട് ഇത് മാറും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇയാൾക്ക് മാത്രമല്ല ആ x² - 4 എന്ന് പറഞ്ഞ പവറൂടെ ചേർത്താണ് y എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും നോക്കിക്കേ. y ഇത്രയും അങ്ങ് y ആവും, ഇത്രയും ഫുള്ള് ആരായിട്ട് മാറും? എന്തായിട്ട് മാറും? 1/y ഈസ് ഈക്വൽ ടു 10 എന്നായിട്ട് മാറും. ഇപ്പോൾ നമുക്ക് ഇച്ചിരിയുടെ പരിചയം ഉള്ള ഒരു ഇക്വേഷനായി. നമ്മളങ്ങോട്ട് LCM by 1 വയ്ക്കുമ്പോൾ y × y മീൻസ് y², 1 × 1 1/y ഈസ് ഈക്വൽ ടു 10 or y² - 10y plus 1 is equal to 0. This is a quadratic equation in y or second degree equation in y. ശരിയല്ലേ? ഞാനിപ്പോൾ y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി? 10y ആയി. അത് ഇപ്പുറത്ത് വരുമ്പോൾ -10y ഈ +1 = 0. ഇവിടെ നമ്മൾ y is equal to -b + or - അപ്ലൈ ചെയ്യണം.
then y is equal to 10 plus or minus root of 10 square, b square is 10 square 100 minus 4 into ac എന്ന് പറയുമ്പോൾ root of 96 വരും by 2. ഓക്കെ, 96നെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് y is equal to 10 plus or minus 96നെ നമുക്ക് 16 into 6 എന്ന് എഴുതാം. 16 ഗുണം 6 ശരിയല്ലേ? 16 ഗുണം 6 എന്ന് പറഞ്ഞാൽ 96 ആണ്. അപ്പോൾ 16ൻ്റെ റൂട്ട് 4, ദാറ്റ് ഈസ് 4 root 6 by 2. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വെച്ച് സിംപ്ലിഫൈഡ് ആണ്. 96 എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് മനസ്സിൽ വേണം. 16 into 6 ആണ്. 16ൻ്റെ റൂട്ട് ആര് പറഞ്ഞു? പുറത്ത് 4. ഓക്കെ, by 2. അപ്പോൾ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ഇവിടെ 10 4നെ നിന്ന് 2നെ ഫോം എടുത്താൽ 2 into 5 plus or minus root 6 whole by 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 10ൻ്റെ അകത്തുനിന്ന് 4ൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ 10 4 2 കോം എടുക്കുമ്പോൾ 5 plus or minus 2 root 6 whole by 2 2 ക്യാൻസലായി. ആൻസർ കിട്ടുന്ന വൈയുടെ വാല്യൂ 5 plus or minus 2 root 6. ഇതാണ് നമ്മുടെ വൈയുടെ വാല്യൂ. നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ ഇത്രയും, നമുക്ക് വേണ്ടത് എക്സ് ആണ് കേട്ടോ. അപ്പോൾ വൈക്ക് നമുക്ക് 2 വാല്യൂസ് കിട്ടി. നമ്മൾ ഓരോ വാല്യൂനെ എടുത്ത് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വാല്യൂ ഞാൻ ഇങ്ങോട്ട് എടുത്ത് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് ചെയ്യുക. ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 plus 2 root 6 വൈയുടെ വാല്യൂ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു പ്ലസ് വാല്യൂ ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ. പ്ലസ് വാല്യൂ എടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ദാറ്റ് ഈസ് √3 പ്ലസ് √2 ഹോൾ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4. അതാണ് നമ്മുടെ വൈയുടെ വാല്യൂ. ശരിയല്ല? ഇത്രയാണ് നമ്മുടെ വൈയുടെ വാല്യൂ. വൈയുടെ വാല്യൂ അങ്ങോട്ട് എഴുതി. ഈ സീക്വൽ അതിൻ്റെ പ്ലസ് വാല്യൂ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 plus 2 root 6. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എക്സിലോട്ട് എത്തണമെങ്കിൽ എന്താണ് അടുത്ത ജോലി? നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യും, റൂട്ടൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ക്വയറിങ് നടത്തുകയൊക്കെ ചെയ്യില്ലയോ? ഓക്കെ, അതുമായിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്തതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഈ 5 plus 2 root 6 എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അതിന് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. √3 plus √2 the whole square. നമ്മൾ പഠിച്ചിട്ടുള്ളത് a plus b the whole square. What is a plus b the whole square? a square plus 2ab plus b square. അപ്പോൾ √3 plus √2 the whole square നമ്മൾ √3 square plus 2 root 6 plus √2 square. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും √3 square is 3 plus 2 into √6 plus 2 എന്ന് കിട്ടും. ആൻസർ ഈസ് 5 plus 2 root 6 എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ √3 plus √2 the whole square എന്ന് പറഞ്ഞാൽ 5 plus 2 root 6. തിരിച്ച് വായിച്ചാൽ 5 plus 2 root 6 equal to √3 plus √2 the whole square. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. ദാറ്റ് ഈസ് √3 plus √2 whole raised to x square minus 4 equal to this can be written as √3 plus √2 the whole square. ഇയാളെ കണ്ടാൽ ഇങ്ങനെ തോന്നണം. ഇപ്പോൾ നോക്കിക്കേ, ലെഫ്റ്റും റൈറ്റും ഒരേ ബേസ്. √3 plus √2 ഹോൾ റൈസ് ടു ഇവിടെയും അവിടെയും ബേസുകൾ ഈക്വലാണെങ്കിൽ പവറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വലാവും. Therefore x square minus 4 is equal to 2. അല്ല, x square minus 4 ഈക്വൽ പവർ നമ്മൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ x square minus 4 is equal to or x square equal to 2 plus 4 6 or x equal to √6 plus or minus √6. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ലാസ്റ്റ് ഭാഗം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പ്ലസ് വാല്യൂവിനെ എടുത്തത്, ഇനി ഞാൻ മൈനസ് വാല്യൂവിനെ എടുക്കാൻ പോവാണ്. മൈനസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതേണ്ടത് ഇവിടുത്തെ നമ്മൾ 5 minus 2 root 6 വൈയുടെ വാല്യൂ. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? √3 plus √2 ദാറ്റ് ഈസ് √3 minus √3 plus √2 ഹോൾ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ വാല്യൂ ആയ 5 minus 2 root 6. അപ്പോൾ ഇവിടെ 5 plus 2 root 6 ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അയ്യോ, അത് √3 plus √2 ആണ് അല്ലേ? അങ്ങനെയാണ് ദിസ് ക്യാൻ ബി 5 minus ഏതാ 5 minus 2 root 6 എന്ന് പറഞ്ഞാൽ √3 minus √2 ഹോൾ റൈസ് ടു 6 ആണ് മോനെ. ഓക്കെ, ദാറ്റ് ഈസ് നോക്കണം, ദാറ്റ് ഈസ് √3 plus √2 ഹോൾ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ √3 minus √2 ഹോൾ റൈസ് ടു 2 മീൻസ് a minus b the whole square വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടും. ഞാൻ ഇവർ തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? √3 plus √2 √3 minus √2 നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ √3 minus √2 എന്ന് പറഞ്ഞാൽ 1/√3 plus √2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ √3 plus √2 ഹോൾ റൈസ് ടു -2 എന്ന് എഴുതാം. അപ്പോഴത്തെയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം.
√3 മൈനസ് √2 എന്ന് പറഞ്ഞാൽ 1/√3 പ്ലസ് √2 ഇല്ലേ? ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടിനും പ്രത്യേകം സ്ക്വയർ ഞാൻ ചെറിയതായിട്ടൊന്ന് കാണിക്കാം. ഓക്കെ, ഇതുണ്ട്. ഇയാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയേക്കുന്നുണ്ട്. ഈ പവറിൽ -2 വന്നേക്കുന്നത്. ഇത് മൈനസ് മാറി, ഇത് പ്ലസ് ആയപ്പോൾ പവർ മൈനസായി. ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് നെഗറ്റീവ് ഒന്നും കൊടുത്തതല്ല, ശ്രദ്ധിച്ചോ. √3 മൈനസ് √2 എന്ന് പറഞ്ഞാൽ 1/√3 പ്ലസ് √2. അപ്പോൾ 1/√3 പ്ലസ് √2 ദ ഹോൾ സ്ക്വയർ എന്നാണ് വന്നത് ഇയാൾക്ക് പകരം. ഓക്കെ, ഇയാളെന്ന് പറഞ്ഞാൽ 1/√3 പ്ലസ് √2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1 സ്ക്വയർ ഈസ് എത്ര? 1. താഴെ √3 പ്ലസ് √2 ഹോൾ സ്ക്വയർ എന്ന് താഴെ വന്നു അല്ലേ? സ്ക്വയർ. അത് മണ്ടയ്ക്ക് എത്തുമ്പോൾ പവറിൻ്റെ സൈൻ എന്താവും? നെഗറ്റീവ് ആവും. ഇപ്പോൾ നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയി. നേരത്തെ നമുക്ക് √3 മൈനസ് √2 ആയിരുന്നു. ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, ബേസ് ഈക്വൽ അല്ല. ബേസ് ഈക്വൽ ആക്കാനാണ് √3 പ്ലസ് √2 എന്നാക്കിയത്. അപ്പോൾ പവർ നെഗറ്റീവായി. അപ്പോൾ നമുക്ക് x² -4 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. അവിടുന്ന് -4 അപ്പുറത്ത് വരുമ്പോൾ x² ഈസ് ഈക്വൽ ടു 2 എന്നാണ് മോനെ വരുന്നത്. ബിക്കോസ് -2 പ്ലസ് 4. വട്ട് ഈസ് -2 പ്ലസ് 4 പ്ലസ് 2? അപ്പോൾ x² ഈസ് ഈക്വൽ ടു 2. Then x is equal to √2. Answer is plus or minus √2. അപ്പോൾ നമുക്ക് എക്സിന് പിന്നെ 2 വാല്യൂസ് കിട്ടി. ഓൾറെഡി നേരത്തെ പ്ലസ് ഓർ മൈനസ് √6 കിട്ടി, രണ്ടാമത് പ്ലസ് ഓർ മൈനസ് √2 കിട്ടി. എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് ഉണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ജെഇയുടെ പ്രോബ്ലം ഞാൻ ചുമ്മാതിട്ടതല്ല, ഇത് എക്സാമിന് വന്നതാണ് എന്നുള്ളത് കാര്യം ഓർക്കുക. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ട്, മീൻസ് ആവശ്യവും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ജെഇ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമാണേലും ND ആണേലും കുസൈറ്റ് ആണേലും ഒക്കെ സിമ്പിളാവും. ഇത്രയൊക്കെ പഠിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി, അയ്യോ ഇതെന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. ഇങ്ങനത്തെ മിക്ക ക്വസ്റ്റ്യൻസുകളും ജെഇക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്ത് അവരൊന്ന് പഠിക്കാനൊന്ന് തയ്യാറാവട്ടെ. നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് മറ്റുള്ള എക്സാംസും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരിക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.